സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 2027 JEE എഴുതിക്കൊണ്ട് IITസിലേക്കും NITസിലേക്കും +2ൻ്റെ കൂടെ തന്നെ അഡ്മിഷൻ നേടാൻ പറ്റുന്ന പ്രോഗ്രാമിനെ കുറിച്ചും അതിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ടാർഗറ്റ് JEE 2027 എന്ന് പറയുന്ന പ്രോഗ്രാം IITians തന്നെ ലീഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ കേരളത്തിൽ തന്നെ JEE മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്ലെൻഡഡ് പ്രോഗ്രാമാണ് ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ എന്ന രൂപത്തിലാണ് ഈ ഒരു വർഷത്തെ അക്കാഡമിക് ഇയർ ഞങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള ടീമാണ്. XNY ലേണിംഗിലെയും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും സ്ഥാപനത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് ഇതിലെ ക്ലാസ്സുകൾ എടുക്കുക. ഫിസിക്സ് ഞാനും ഫവാസ് സാറുമാണ്, IITians ആണ്. കെമിസ്ട്രി അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ്. മാത്തമാറ്റിക്സും IITiansും NITiansും അടങ്ങുന്ന ഒരു ടീം തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാനുണ്ടായിരിക്കാം. ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മാസത്തിലൊരിക്കൽ ഓഫ്ലൈൻ സെഷൻസ് ഉണ്ടായിരിക്കും. ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസിന് വേണ്ടി കേരളത്തിൽ 2 ലൊക്കേഷൻസിലായിക്കൊണ്ട് ഓഫ്ലൈൻ സെഷൻസ് ഉണ്ടാകും. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കും. ലൈവിൻ്റെ നോട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആകും. വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സാമിനേഷൻ സീരീസ് ഉണ്ടാകും. പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. ക്വസ്റ്റ്യൻ ബാങ്കും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. 1-on-1 മെൻറ്റർഷിപ്പ് ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. ആൻഡ് നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് മോക്ക് എക്സാമിനേഷൻസ് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഫ്രീ ആയിട്ടൊരു ബ്രിഡ്ജ് കോഴ്സിലൂടെയാണ് നമ്മൾ 11th കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ എക്സാം സ്ട്രാറ്റജീസും സ്ട്രെസ് ഹാൻഡ്ലിങ്ങും ടൈം മാനേജ്മെൻറ്റും തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും. കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷത്തെ അക്കാഡമിക് ഇയറിലെ പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ 720 മണിക്കൂറോളം വരുന്ന ലൈവ് ക്ലാസ്സുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കുക. 10 ഓഫ്ലൈൻ സെഷൻസ് നമ്മൾ ഒരു വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ 2 ലൊക്കേഷൻസിലായിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ കാണാൻ മാസത്തിലൊരിക്കൽ അവരുടെ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരമാണ് അതിലുണ്ടാവുക. വീക്ക്ലി എക്സാമിനേഷൻസ്, DPP, മന്ത്ലി ടെസ്റ്റുകൾ തുടങ്ങി എല്ലാ കൊണ്ടും ഫുള്ളി JEE ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. കൂടാതെ നമ്മുടെ JEE സ്പ്രിൻ്റ് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമും ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 2 വർഷത്തേക്ക് ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും അവർക്ക് അവൈലബിൾ ആവും. ഇതിലൂടെ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ അനൗൺസ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസിലും ഈ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഓരോ വർഷം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടും. ആൻഡ് അസസ്മെൻറ്റ്സ്, ഞാൻ വിശ്വസിക്കുന്നത് ഒരു JEE പ്രോഗ്രാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള എക്സാമിനേഷൻ സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ക്വിസുകൾ മാത്രമല്ല, ഡെയിലി DPPകൾ മാത്രമല്ല, ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, മന്ത്ലി എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 3 to 4 months കഴിഞ്ഞാലുള്ള മെഗാ ടെസ്റ്റുകൾ അടക്കം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് പാറ്റേണിലൂടെയാണ് അല്ലെങ്കിൽ എക്സാമിനേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോവുക. അക്കാഡമിക് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഡ്രീം പ്ലാൻ തന്നെയാണ്. 10th കഴിഞ്ഞ് ആസ് സൂൺ ആസ് പോസിബിൾ കേരളത്തിലെ ഏറ്റവും ആദ്യം തന്നെ JEE കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും. 11th നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസംബർ എൻഡോട് കൂടിയിട്ട് +1 സിലബസ് തീർക്കുക. ആൻഡ് നെക്സ്റ്റ് ഇയറിൽ ഒക്ടോബർ എൻഡ് ആകുമ്പോഴത്തേക്കും +2 സിലബസ് തീർത്ത് 3 മാസം ഫുൾ റിവിഷനും മോക്ക് ടെസ്റ്റുകളുമായിക്കൊണ്ട് ജനുവരിയിൽ തന്നെ നമ്മൾ JEEയിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത് നല്ല പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ NITയിലേക്ക് ഒരു അഡ്മിഷൻ സെക്യൂർ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള 4 മാസം IIT എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് IITകളിൽ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ അക്കാഡമിക് പ്ലാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ XNY യൂണിവേഴ്സൽ JEE പ്രോഗ്രാം ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റഡി മെറ്റീരിയൽസും എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. എന്നാൽ IITiansൻ്റെ തന്നെ ഗൈഡൻസ്, ഞാനും അജ്മൽ സാറും അടങ്ങുന്ന ഒരു ടീമിൻ്റെ ഗൈഡൻസും മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് ഇതിൽ കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമതായിട്ടൊരു സിംഗിൾ ബാച്ചിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ബെനിഫിറ്റുകളെല്ലാം നമുക്ക് കിട്ടും. ഒരുപാട് ബാച്ചുകളിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിംഗിൾ ബാച്ചിനെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ചെറിയ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമാണ് എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുക. ഓരോ ചാപ്റ്ററിനും പല ആളുകൾ വന്ന് മാറി പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത എക്സ്പീരിയൻസുള്ള ഈ ഒരു സ്മോൾ ടീം തന്നെയായിരിക്കും എൻ്റെ സിലബസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അതും മെജോറിറ്റിയും IITiansും NITiansും തന്നെയാണ്. ആൻഡ് നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാച്ചിലുള്ള കുട്ടികൾ XNYൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികളും നമ്മുടെ സെലക്ഷൻ ടെസ്റ്റുകളിലൂടെ വന്നിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും താല്പര്യമുള്ള ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ടീം തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഇതിലുണ്ടായിരിക്കുക. അതുപോലെ തന്നെ JEE ഫോക്കസ്ഡ് ആയിട്ട് ഷെഡ്യൂളിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നേരത്തെ സിലബസ് തീർക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ഷെഡ്യൂളിംഗ് ഉണ്ടായിരിക്കുക. ആൻഡ് സ്ട്രക്ചേർഡ് ലേണിംഗ്, 1 chapter at a time, വേറെ ആർക്കും ഓഫർ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീച്ചറാണത്. ഒരു സമയത്ത് ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഒരു ചാപ്റ്റർ മാത്രമേ പഠിപ്പിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ടേ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുള്ളൂ. പല സ്ഥലങ്ങളിൽ കാണാറുള്ളത് ഒരേ സമയത്ത് തന്നെ 3-4 ചാപ്റ്റേഴ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. കുട്ടികൾക്ക് ഒരേ സമയത്ത് പലതിലും ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, നമുക്കൊരു സിംഗിൾ ബാച്ച് ആയതുകൊണ്ട് തന്നെ, ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചേർഡ് ആയിട്ട് ഈ രൂപത്തിൽ നമ്മുടെ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമാണ്, ഫൈനൽ ചാൻസ് ആണ്. നമ്മൾ ഓൾറെഡി 2 എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ചാൻസ് ആണ് XIQ എന്ന് പറയുന്നത്, XNY IIT Quest 2024-25. അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ XNY IIT Quest എന്ന് പറയുന്ന ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിൻ്റെ അടുത്ത വേർഷൻ നടക്കുന്നത് ജനുവരി 25-നാണ്.
ലാസ്റ്റ് എക്സാമാണ്, ലാസ്റ്റ് ചാൻസ് ആണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ ഒരു വാർത്ത അറിയിച്ചു കൊടുക്കണം. ഓൺലൈനായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. ഒരു ലിങ്ക് അയച്ചു തരും, അതിലൂടെയാണ് നിങ്ങൾ ഫോണിലോ ലാപ്ടോപ്പിലോ എക്സാം കംപ്ലീറ്റ് ചെയ്യാം. 90 മിനിറ്റിൻ്റെ എക്സാമാണ്, 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. അതിൽ 2 സ്ലോട്ടിൽ നിങ്ങൾക്ക് ആ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. ജനുവരി 25 ശനിയാഴ്ചയാണ്. സ്ലോട്ട് 1 എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ 12 വരെ ഇന്ത്യൻ ടൈം. ഈ സ്ലോട്ടിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അതിൽ കഴിയാത്ത ആളുകൾക്ക് സെക്കൻഡ് സ്ലോട്ടിൽ അറ്റംപ്റ്റ് ചെയ്യാം. 6 മണി മുതൽ 10 മണി വരെ എന്നുള്ള സമയത്തിൽ അറ്റംപ്റ്റ് ചെയ്യാം. രണ്ടും ഇന്ത്യൻ ടൈമാണ്. സോ GCC സ്റ്റുഡൻസ് ആ ടൈം ഒന്ന് നോട്ട് ചെയ്യുക. ഈ 2 സമയത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ രാവിലത്തെ സ്ലോട്ടിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ 12 മണിക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. 90 മിനിറ്റിൻ്റെ എക്സാമാണ്. ഓക്കെ, സിലബസ് എന്ന് പറഞ്ഞാൽ 9th-ലെയും 10th-ലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഇതിൻ്റെ സിലബസ് ആയിട്ട് വരിക. റിസൾട്ടും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. PCM ഓരോ സബ്ജക്റ്റിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതം. അതിൽ 20 എണ്ണം MCQ, 5 എണ്ണം ന്യൂമറിക്കലായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസിനും ശരിയായി കഴിഞ്ഞാൽ 4 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ -1 മാർക്കും ഉണ്ടാകും. ആൻഡ് അൺആൻസേർഡ് ആണെന്നുണ്ടെങ്കിൽ 0 മാർക്ക്. അങ്ങനെ 75 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമാണ്. ഇതാണ് സിലബസ്. ഫിസിക്സിൽ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. 9th and 10th സിലബസ് ആണ്. കെമിസ്ട്രിയിൽ നിന്നും ഈ ചാപ്റ്റേഴ്സ്, മാത്തമാറ്റിക്സിൽ നിന്നും ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവുന്നതാണ്. ആൻഡ് ഇതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. XIQ എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിയർലി 20ഓളം ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ഇതേ ടീച്ചേഴ്സ് തന്നെ എടുത്തത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാച്ചുകളായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് XNY യൂണിവേഴ്സൽ JEE പ്രോഗ്രാം. അതിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളായാലും പഠിക്കുന്ന കുട്ടികളായാലും ആ പ്രോഗ്രാമിൻ്റെ ഇൻറ്റൻസിറ്റി ആയാലും എല്ലാം എന്താണ്, വൺ ഓഫ് ദി ബെസ്റ്റിലേക്ക് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ കൂടെ പഠിച്ചുകൊണ്ട് +2ൻ്റെ കൂടെ തന്നെ 2027 IIT-യിലും NITs-ലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള അനിയന്മാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ ഫാമിലിയിലോ മറ്റോ സ്കൂളിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10th ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ന്യൂസ് അറിയിച്ചു കൊടുക്കുക. 25 ജനുവരി 2025 ശനിയാഴ്ച നടക്കുന്ന XIQ വഴി നല്ലൊരു സ്കോളർഷിപ്പോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ബ്ലെൻഡഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ പ്ലസ് ഓഫ്ലൈനായി നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം കൊടുത്തേക്കാം. സോ ഇനി ഒട്ടും വൈകിക്കേണ്ട. പാരൻസ് ആണെന്നുണ്ടെങ്കിൽ വേഗം രജിസ്റ്റർ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്ലേലിസ്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ 10th ബോർഡ് എക്സാംസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു XIQ എഴുതിക്കൊണ്ട് അടുത്ത വർഷം എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, 10th ബോർഡ് എക്സാംസിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.